സുഹൃത്തുക്കളെ, നമ്മളെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ക്ഷേമനിധി ബോർഡിന് നമ്മൾ അപേക്ഷ നൽകുകയും നമുക്ക് അവരിൽ നിന്ന് വിവരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരമാണ് നമ്മൾ തൊഴിലാളികൾക്ക് പങ്കുവച്ചത്, അതുപോലെ തന്നെ പത്രക്കാർക്ക്. അപ്പോൾ അതിൽ ഈ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2005 മുതൽ 2023 ഡിസംബർ മാസം വരെ എത്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇതിൽ അംഗങ്ങളായി, അവരിൽ നിന്ന് എത്ര തുക പിരിച്ചെടുത്തു, അതിനുള്ള മറുപടി അവർ തന്നത് 5,35,000 തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ടെന്നും ഈ തൊഴിലാളികളിൽ നിന്ന് ഇതുവരെയായി 59 കോടി ഉറുപ്പിക പിരിച്ചെടുത്തിട്ടുണ്ടെന്നുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ നിന്നല്ല, തൊഴിലാളികളുടെ ഉടമകളിൽ നിന്ന് എത്ര പിരിച്ചെടുത്തു എന്ന് ചോദിച്ചപ്പോൾ 293 കോടി ഉറുപ്പിക പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സംശയമുണ്ട്. ഉടമകളിൽ നിന്ന് 293 കോടിയും തൊഴിലാളികളിൽ നിന്ന് 59 കോടിയും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ വിശദീകരിക്കണം. നമുക്ക് കിട്ടിയ വിവരമാണ് തൊഴിലാളികൾക്ക് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ആ പങ്കുവച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത്ര കാര്യങ്ങൾ നമ്മളൊരു പ്രസ്താവനയിൽ കൂടി തൊഴിലാളികളെ അറിയിച്ചപ്പോൾ നമുക്കെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ നടത്തിയിട്ടുള്ളത്. അതായത് ക്ഷേമനിധി ബോർഡിനെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു, അവർ വഞ്ചകരാണ്, അവരെ ഒറ്റപ്പെടുത്തണമെന്നൊക്കെയാണ് ചെയർമാൻ പറഞ്ഞത്. നമ്മൾ എന്താണ് ഈ ക്ഷേമനിധി ബോർഡിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്? നമ്മൾ ആകെ പറഞ്ഞത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം തൊഴിലാളികളെ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അത് സംശയം നിവർത്തി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം ക്ഷേമനിധി ബോർഡിനാണ്, ചെയർമാനാണ്. അത് അവർ ഇതുവരെ നിർവഹിച്ചിട്ടില്ല. അതായത് അവർ പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് ഓരോ വർഷവും എത്ര തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ട് എന്നും അവരിൽ നിന്ന് ഓരോ വർഷവും പിരിച്ചെടുത്ത തുക എത്രയാണെന്നും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരതിന് മറുപടി പറയേണ്ടത്. അതല്ലാതെ 2019 ഞങ്ങൾ കൂടുതൽ തൊഴിലാളികളെ ഇതിനകത്ത് അംഗങ്ങളായിട്ട് വന്നത്, അതുപോലെ തന്നെ 2019 50 ഉറുപ്പിക 60 ഉറുപ്പിക ആക്കിയത് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി മാത്രമാണ് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ഷേമനിധി ബോർഡ് കൃത്യമായിട്ട് ഇതിൻ്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തണം. ഓരോ വർഷവും പിരിച്ചെടുത്ത തുക, ഓരോ വർഷവും അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ എത്ര, അങ്ങനെയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതല്ലാതെ 2019 ശേഷമാണ് കൂടുതൽ തൊഴിലാളികൾ വന്നത്, അതിന് ശേഷമാണ് കൂടുതൽ തുക പിരിച്ചെടുത്തത് എന്നുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയല്ല. പിന്നെ നമ്മൾ ക്ഷേമനിധി ബോർഡിനെ തകർക്കാനൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ ക്ഷേമനിധി ബോർഡിൽ ഏതെങ്കിലും തൊഴിലാളികൾ ചേരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ആകെ പറഞ്ഞത് എന്താ? ക്ഷേമനിധി ബോർഡിൽ നിലവിലുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം വരുത്തണം, വർധനവ് വരുത്തണം. 2000 ഉറുപ്പികയുള്ള പെൻഷൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അത് 5000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിക്കണം. ഇത് പറഞ്ഞത് തെറ്റാണോ? അത് തൊഴിലാളി ക്ഷേമനിധിക്ക് എതിരാണോ? അത് തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കാര്യമാണത്. അപ്പോൾ അതിന് നേരിട്ട് മറുപടി പറയാതെ തൊഴിലാളി താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണിവർ. ഇവർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണിവർ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നത് ക്ഷേമനിധി ബോർഡും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു പറയേണ്ടത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് തൊഴിലാളികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ക്ഷേമനിധി ബോർഡിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്, ചെയർമാൻ അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ ആരോപിക്കുകയാണ്. അവർ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി തരണം. ഞങ്ങൾ ആ മറുപടി പ്രതീക്ഷിക്കുകയാണ്.